ഹലോ, വെൽക്കം ടു മാക്സിയോൺ. HSSTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2022 അതായത് 484/2019 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള 2022 നടന്നിട്ടുള്ള എക്സാമിന് ബേസ് ചെയ്തുകൊണ്ട് അതിലെ മൊഡ്യൂൾ 1 ലീനിയർ ഓൾജിബ്രയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സബ്സ്പേസ് ഓഫ് Mn of R, ദ വെക്ടർ സ്പേസ് ഓഫ് ഓൾ n/n റിയൽ മെട്രിസസ്. അപ്പോൾ n/n റിയൽ മെട്രിസസിൽ ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് സബ്സ്പേസ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ സബ്സ്പേസ് ഏതാണെന്ന് നോക്കാനായിട്ട് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നോൺ ഇൻവേർട്ടിബിൾ റിയൽ മെട്രിസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോൺ ഇൻവേർട്ടിബിൾ റിയൽ മെട്രിസസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സബ്സ്പേസ് ആയിട്ട് നമുക്ക് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നോൺ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരാം, നമുക്ക് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സുകൾ നമുക്ക് വരാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇപ്പോൾ നമുക്കൊരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 0 0 0യും അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 0 0 0 1 എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, 1 0 0 1 എന്ന് പറയുന്ന മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള എയും ബിയും നോൺ ഇൻവേർട്ടിബിൾ ആണ്, പക്ഷേ A+B ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. അപ്പോൾ വെക്ടർ അഡീഷൻ നമ്മുടെ ക്ലോസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഫോൾസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അതൊരു സബ്സ്പേസ് ആയിരിക്കില്ല. ഓപ്ഷൻ ബിക്ക് നമുക്ക് സെയിം സിനാരിയോ തന്നെ എടുത്താൽ മതി. ഡിറ്റർമിനന്റ് ഓഫ് A = 0 ആവുന്ന മെട്രിക്സുകളുടെ കളക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഓപ്ഷൻ എയിൽ എടുത്തിട്ടുള്ള സെയിം കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എയും ബിയും ഡിറ്റർമിനന്റ് 0 ആയിട്ടുള്ള മെട്രിക്സുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ മെട്രിക്സുകൾ നമുക്ക് ഡിറ്റർമിനന്റ് 0 ആയിട്ടുള്ള മെട്രിക്സ് എടുത്തപ്പോൾ അവിടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് 0 അല്ലാത്തൊരു മെട്രിക്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എന്താണ്, ഫോൾസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. മൂന്നാമത്തത് ട്രേസ് 0 ആയിട്ടുള്ള മെട്രിക്സുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കൊരു സബ്സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. കാരണം ഇപ്പം നമുക്ക് രണ്ട് മെട്രിക്സുകൾ നമുക്ക് ആ ഒരു സബ്സ്പേസിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറ്റിനകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം തന്നെ നമ്മളൊരു W3 എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ എയും ബിയും നമ്മൾ W3 എന്ന് എടുത്തു കഴിഞ്ഞാൽ ട്രേസ് ഓഫ് എയും 0 ആണ്, ട്രേസ് ഓഫ് ബിയും 0 ആണ്. നമുക്ക് സബ്സ്പേസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആൽഫ A+B എവിടെ ഉണ്ടാവണം, W3 ഉണ്ടാവണം. അതായത് ആൽഫ A+Bയുടെ ട്രേസ് നമ്മൾ എന്താണോ ചെക്ക് ചെയ്യണം, നമുക്ക് 0 ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ട്രേസിന്റെ പ്രോപ്പർട്ടി പ്രകാരം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും, ട്രേസിന്റെ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ആൽഫ ഇൻറ്റു ട്രേസ് ഓഫ് A പ്ലസ് ട്രേസ് ഓഫ് ബി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും അല്ലേ. കാരണം ട്രേസ് ഓഫ് A+B എന്ന് പറയുന്നത് എന്താണ്, ട്രേസ് ഓഫ് A പ്ലസ് ട്രേസ് ഓഫ് ബി ആണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഈ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. അതേപോലെ തന്നെ നമുക്ക് ട്രേസ് ഓഫ് CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് C ഇൻറ്റു ട്രേസ് ഓഫ് A ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും, ഇവിടെ ഓൾറെഡി ട്രേസ് ഓഫ് A 0 ആണ്, ട്രേസ് ഓഫ് ബി 0 ആണ്. അപ്പോൾ ട്രേസ് ഓഫ് ആൽഫ A+Bയും നമുക്ക് 0 കിട്ടുന്നുണ്ടാവും. അപ്പോൾ ട്രേസ് ഓഫ് A = 0 ആയിട്ടുള്ള മെട്രിക്സുകൾ എടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, സബ്സ്പേസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ തന്നിട്ടുള്ളവയിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ട്രേസ് ഓഫ് A = 0 ആവുന്ന മെട്രിക്സുകളുടെ കളക്ഷനാണ് നമുക്ക് സബ്സ്പേസ് ആയിട്ട് വരുന്നുണ്ടാവുക. Mn of R സബ്സ്പേസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് A be a 5/3 matrix and B be a 3/7 matrix. Then the rank of AB can be. A ഒരു 5/3 മെട്രിക്സും B ഒരു 3/7 മെട്രിക്സും ആണെങ്കിൽ റാങ്ക് ഓഫ് AB എന്താണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് റാങ്ക് ഓഫ് എബിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, റാങ്ക് ഓഫ് എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് ബി ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് ബി ആണ്. നമുക്ക് റാങ്ക് ഓഫ് എനെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഒരു 5/3 മെട്രിക്സ് ആണ്. എ ഒരു 5/3 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ ഒരു M/n മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് മിനിമം ഓഫ് Mn ചെറുതായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും അല്ലെ. ലെസ് ദാൻ ഈക്വൽ ടു മിനിമം ഓഫ് M and N, നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളത്തിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഒരു 5/3 മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റാങ്ക് എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഇനി അതേപോലെ തന്നെ റാങ്ക് ഓഫ് ബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അതും എന്താണ്, ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. കാരണം 3/7 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ ബിയുടെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, 3യും 7ൻ്റെയും മിനിമത്തിനേക്കാളും കുറവായിരിക്കും. മിനിമമോ അല്ലെങ്കിൽ അതിനേക്കാളും കുറവോ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ റാങ്ക് ഓഫ് എ ബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റാങ്ക് ഓഫ് എ ബി അപ്പോൾ എന്തിനേക്കാളും ചെറുതായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു
മിനിമം ഓഫ് 3 and 3. അതായത് റാങ്ക് ഓഫ് എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവാം. അപ്പോൾ ഈ തന്നിട്ടുള്ളവയിൽ സാധ്യതയുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എ ബി ആയുടെ റാങ്ക് ആവാൻ സാധ്യതയുള്ളതെന്ന് പറയുമ്പോൾ 5 പോസിബിൾ അല്ല, 7 പോസിബിൾ അല്ല, ആകെയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കും? 3 മാത്രമായിരിക്കും. റാങ്ക് ഓഫ് എ ബി എന്താവാം? 3 ആവാം എന്നുള്ളൊരു പോസിബിലിറ്റി നമുക്ക് അവിടെ ഉണ്ട്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൻ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ്. അതായത് ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൻ വെക്ടേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു മെട്രിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബ്ലോക്ക് മെട്രിക്സ് ആണ്. അപ്പോൾ 2 ബ്ലോക്ക് മെട്രിക്സുകൾ നമുക്ക് ഇവിടെ 2 ബ്ലോക്കുകളായിട്ട്, ഇത് നമുക്ക് എ എന്ന് പറയുന്നൊരു ബ്ലോക്കും ഇത് നമ്മൾ ബി എന്ന് പറയുന്നൊരു ബ്ലോക്കുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ മെട്രിക്സിൻ്റെ ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എ എന്ന് പറയുന്ന ബ്ലോക്ക് മെട്രിക്സ് എടുക്കാം. അവിടെ നമുക്ക് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൻ വെക്ടേഴ്സുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാം. അതേപോലെ തന്നെ ബിക്കകത്ത് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഈഗൻ വെക്ടേഴ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ടാവാം. അവിടെ നമുക്ക് സെയിം ഈഗൻ വാല്യൂ ആയാലൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എത്ര ഈഗൻ വെക്ടേഴ്സ്, എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൻ വെക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ബ്ലോക്ക് മെട്രിക്സിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൻ വെക്ടേഴ്സുകളുടെ എണ്ണം പ്ലസ് രണ്ടാമത്തെ ബ്ലോക്ക് മെട്രിക്സിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൻ വെക്ടേഴ്സുകളുടെ എണ്ണം നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഒന്നാമത്തെ മെട്രിക്സ് എ എന്ന് പറയുന്ന ബ്ലോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ബ്ലോക്കിനകത്ത് നമുക്ക് വരുന്ന എന്തായിരിക്കും? നമ്മുടെ ഈ ഒരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈഗൻ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതി കഴിഞ്ഞാൽ λ² മൈനസ് 3 λ പ്ലസ് 4 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക, -4 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക, -4. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ λ² മൈനസ് 3 λ -4 = 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? λ -4 ഇൻറ്റു λ +1 = 0 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? λ = 4ഉം λ = -1ഉമാണ് ആദ്യത്തെ ബ്ലോക്കിൻ്റെ, അതായത് എ എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ ഈഗൻ വാല്യൂസ് ആയിട്ട് വരുന്നുണ്ടാവാം. അപ്പോൾ ഈ ഈഗൻ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ഈഗൻ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എത്ര ഡിസ്റ്റിങ്ക്റ്റ് ഈഗൻ വാല്യൂസ് ഉണ്ടോ അത്രയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൻ വെക്ടേഴ്സുകൾ നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ടോട്ടൽ നമുക്ക് ഇവിടെയുള്ള ഈഗൻ വെക്ടേഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ 2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈഗൻ വെക്ടേഴ്സ് ആയിരിക്കും എ എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് നമുക്ക് വരുന്നുണ്ടാവാം. ഇനി ബി എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് 3 0 5 4 എന്ന് പറയുന്ന ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആകുമ്പോൾ അതിൻ്റെ ഡയഗണൽ എൻട്രീസുകളായിരിക്കും നമുക്ക് ഈഗൻ വാല്യൂസ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 4 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് എന്തായിട്ട് വരിക? നമ്മുടെ ഈഗൻ വാല്യൂസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ 3 4 നമ്മൾ ഈഗൻ വാല്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 3 4 ഈഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൻ വെക്ടേഴ്സ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പം ആദ്യത്തെ ബ്ലോക്കിനകത്ത് 2, രണ്ടാമത്തെ ബ്ലോക്കിനകത്തും 2 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തതിൻ്റെയും രണ്ടാമത്തതിൻ്റെയും ഈഗൻ വെക്ടേഴ്സുകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 4 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈഗൻ വെക്ടേഴ്സുകളായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ബി എ 5/5 റിയൽ മെട്രിക്സ്, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? എ ഒരു 5/5 ആയിട്ടുള്ള റിയൽ മെട്രിക്സ് ആണെങ്കിൽ ഈ തന്നിട്ടുള്ളവയിൽ ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എ ഒരു 5/5 ആയിട്ടുള്ള റിയൽ മെട്രിക്സ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് എ ഓർത്തോഗണൽ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എ ആണോ എന്നാണ് ചോദ്യം. ഇഫ് എ ഈസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് ദെൻ ഡിറ്റർമിനന്റ് ഓഫ് എ = 1. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ എടുക്കാം. ഒരു 5/5 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് എലമെന്റ് -1ഉം ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഡയഗണൽ എലമെന്റ്സുകൾ നമുക്ക് 1ഉം വരുന്ന രീതിയിൽ നമുക്കൊരു മെട്രിക്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു, ഡയഗണൽ മെട്രിക്സ്. ഈ മെട്രിക്സ് എന്തായാലും ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. കാരണം A × A ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് I ആയിരിക്കും അല്ലേ? നമ്മൾ ഇതിനെ സെയിം മെട്രിക്സ്, ഇതിന് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A തന്നെയായിരിക്കും, സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ A × A ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ I നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവ നമുക്ക് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയാം. അപ്പോൾ ഈ ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ നോക്കിയ സമയത്ത് ഡിറ്റർമിനന്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഡയഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ
അതിൻ്റെ ഡയഗണൽ എൻട്രീസുകളുടെ പ്രൊഡക്റ്റ് ആയിരിക്കും ഡിറ്റർമിനൻറ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ഡിറ്റർമിനൻറ്റ് നമുക്ക് -1 എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് a = -i എടുത്താലും മതി. a = -i എടുത്തു കഴിഞ്ഞാലും സെയിം സിനാരിയോ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്താവണമെന്നില്ല, നമുക്ക് മെട്രിക്സിന് ഡിറ്റർമിനൻറ്റ് 1 ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി -1 ഓൾസോ. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് എൻ ഓർത്തോഗണൽ മെട്രിക്സ് 1 -1 ആണ്. അപ്പോൾ ഒരു 5/5 കേസിൽ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഓർത്തോഗണൽ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഡിറ്റർമിനൻറ്റ് 1 ആവണം നിർബന്ധമില്ല. സോ ഓപ്ഷൻ എ ഒഴിവാക്കാം. ഇനി ഓപ്ഷൻ സിയും സെയിം ഓർത്തോഗണലിന്റെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. അതായത് ഓർത്തോഗണൽ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് =-1 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. a = i എടുത്താൽ മതി. a = i എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണല്ലോ. a × a ട്രാൻസ്പോസ് നമുക്ക് i തന്നെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ഐയുടെ ഡിറ്റർമിനൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ -1 ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 1 ആണ്, -1 ആണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി 1 ഓർ -1 എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിൽപോട്ടൻ മെട്രിക്സിന്റെ ഡിറ്റർമിനൻറ്റ് 1 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇഫ് എ ഇസ് എ നിൽപോട്ടൻ മെട്രിക്സ് ദെൻ ഡിറ്റർമിനൻറ്റ് =1. നമുക്കറിയാം നിൽപോട്ടൻ മെട്രിക്സിന്റെ എല്ലാ ഐഗൻ വാല്യൂസും 0 ആണ്. അതിന് ഡിറ്റർമിനൻറ്റും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഒരു എ എന്ന് പറയുന്നത് ഒരു നിൽപോട്ടൻ മെട്രിക്സ് ആണെങ്കിൽ എല്ലാ ഐഗൻ വാല്യൂസുകളും 0 ആയിരിക്കും. അത് മാത്രമല്ല അതിന് ഡിറ്റർമിനൻറ്റ് നമുക്ക് 0 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ബി നമുക്ക് ഫോൾസ് ആണ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് a = 0. കാരണം ഇവിടെ നമുക്ക് ഓഡ് ഓർഡർ ആയിട്ടുള്ള ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡറിന്റെ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഓഡ് ഓർഡർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡിറ്റർമിനൻറ്റ് 0 ആണെന്നുള്ളത് കൊണ്ട് തന്നെ 5/5 മെട്രിക്സിന്റെ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ജോർദാൻ ഫോം ഓഫ് എ 3/3 മെട്രിക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിട്ടുള്ളവയിൽ ജോർദാൻ ഫോം ഏതാണ്? ഒരു 3/3 മെട്രിക്സിൽ ജോർദാൻ ഫോം ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ജോർദാൻ ഫോം ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഇപ്പം ബ്ലോക്കുകളായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവേണ്ടത് ഇതൊരു ബ്ലോക്ക് ഡയഗണൽ ആവുകയും ഓരോ ബ്ലോക്കിലെയും നമുക്ക് ഡയഗണൽ എൻട്രീസുകൾ എന്തായിരിക്കണം? സെയിം ഐഗൺ വാല്യൂ ആവുകയും നമുക്ക് വേണം. അത് മാത്രമല്ല നമുക്ക് എന്ത് വേണം? സൂപ്പർ ഡയഗണലായിട്ട് നമുക്ക് 1 ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഒരു ജോർദാൻ ഫോമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേൽ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് എന്തായിരിക്കണം? ഒരു ബ്ലോക്ക് ഡയഗണൽ ആവണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബ്ലോക്ക് ഡയഗണൽ ആയിട്ടുള്ള മെട്രിക്സ് അല്ല, അല്ലേ? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റിലൊക്കെ, പക്ഷേ ഇവിടെ നമുക്കൊരു 1 വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ബ്ലോക്ക് ഡയഗണൽ ആയിട്ടുള്ള മെട്രിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഫോൾസ് ആണെന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തേലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തേത് നമുക്ക് പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ വരുന്നത്? നമുക്ക് ഈ വന്നിരിക്കുന്നത് ഒരു 2/2 ബ്ലോക്ക് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഏഗൻ വാല്യൂസുകൾ ഡയഗണലായിട്ട് സെയിം ഏഗൻ വാല്യൂ ഡയഗണലിൽ വന്നിട്ടുണ്ട്. 1 നമുക്ക് സൂപ്പർ ഡയഗണലിൽ വന്നിട്ടുണ്ട്. അതേപോലെ അടുത്ത് നമുക്ക് 0യുടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇതൊരു ബ്ലോക്ക് ഡയഗണൽ മെട്രിക്സ് ആണ്. നമുക്ക് ഓരോ ബ്ലോക്കിനും നമുക്ക് ജോർദാൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി നമുക്ക് ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ബ്ലോക്ക് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ല, അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ബ്ലോക്ക് ആയിട്ട് പറയാൻ പറ്റില്ല. ഇത് അടുത്തൊരു ബ്ലോക്ക് നമുക്ക് വരില്ല ഇവിടെ, കാരണം ഒരു 1 നമുക്ക് അവിടെ വന്നു. ഇനി അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 2 നമ്മളൊരു ബ്ലോക്കായിട്ട് എടുക്കുകയും ഇവിടെ നമ്മൾ അടുത്ത ബ്ലോക്കായിട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഏഗൻ വാല്യൂസുകൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്, നമുക്ക് സെയിം ഏഗൻ വാല്യൂസുകളായിരിക്കണം നമുക്കൊരു ബ്ലോക്കിനകത്ത് നമുക്ക് വരേണ്ടതും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു പോസിബിലിറ്റി നമുക്കില്ല. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം സിനാരിയോ തന്നെയാണ് നമുക്ക് വരുന്നത്. ഇപ്പം ഇതൊരു ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുന്നത് എന്തായിരിക്കും? 3, 4 എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതും നമുക്ക് പോസിബിൾ അല്ല. സോ ഈ തന്നിട്ടുള്ളവയിൽ ജോർദാൻ ഫോമിലുള്ളത് ഏത് മാത്രമായിരിക്കും? ഓപ്ഷൻ ബി മാത്രമായിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. P3 ഓഫ് ആറിൽ നിന്നും M2 ഓഫ് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് T ഓഫ് f ഓഫ് x ഇസ് ഈക്വൽ ടു f ഓഫ് 1, f ഓഫ് -1, f ഓഫ് 2, f ഓഫ് -2. അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ളവയിൽ ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ ട്രൂ സ്റ്റേറ്റ്മെന്റ് നോക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് P3 ഓഫ് ആറിൽ നിന്നും M2 ഓഫ് ആറിലോട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ P3 ഓഫ് ആറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. M2 ഓഫ് ആറിൻ്റെ ഡയമെൻഷൻ നമുക്ക് എന്താ വരുന്നത്? 4 ആണ്. അതായത് സെയിം ഡയമെൻഷണൽ വെക്ടർ സ്പേസിലോട്ടാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് V ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W ആണ്. അപ്പോൾ അതുകൊണ്ട് T(1) ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് T11 ആണെങ്കിൽ ഒബ്വിയസ്ലി അത് എന്തായിട്ട് മാറുന്നുണ്ടാവും? on2 ആയിട്ട് നമുക്ക് മാറുന്നുണ്ടാവും. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ നമുക്ക് 11 ആണോ നമ്മൾ നോക്കുക. 11 ആണെങ്കിൽ നമുക്ക് on2 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. വളരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ ഇത് 11 ആവണം എന്നുണ്ടെങ്കിൽ, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 11 ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നൾ സ്പേസിനകത്ത് n(t) എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കണം? 0 മാത്രമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 11 ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? T ഓഫ് f ഓഫ് x ഈക്വൽ ടു 0 ആവുന്ന f ഓഫ് എക്സ് ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എന്തിലുണ്ടെന്ന് പറയാം? നമ്മുടെ നൾ സ്പേസിനകത്തുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ T ഓഫ് f ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f ഓഫ് 1, f ഓഫ് -1, f ഓഫ് 2, f ഓഫ് -2 ഇതൊക്കെ നമുക്ക് എന്തായിരിക്കണം? 0 ആയിട്ട് നമുക്ക് മാറണം അല്ലേ? ഇതൊക്കെ നമുക്ക് 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f ഓഫ് 1 ഈക്വൽ ടു 0 ആവണം, f ഓഫ് 2 ഈക്വൽ ടു 0 ആവണം, f ഓഫ് -1 ഈക്വൽ ടു 0 ആവണം, ആൻഡ് f ഓഫ് -2 ഈക്വൽ ടു 0 ആവണം. ഇവ നാലും 0 ആവുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പോളിനോമിയലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ്റെ റൂട്ടുകളായിട്ട് എന്തൊക്കെ വരുന്നുണ്ടാവും? ആ ഒരു പോളിനോമിയലിൻ്റെ റൂട്ടുകളായിട്ട് നമുക്ക് വരുന്നത് എന്തൊക്കെ ആയിരിക്കും? ഈ f ഓഫ് എക്സിൻ്റെ റൂട്ടായിട്ട് നമുക്ക് 1 വരുന്നുണ്ടാവും, -1 വരുന്നുണ്ടാവും, 2 വരുന്നുണ്ടാവും, -2 വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു സം k ഇൻറ്റു എങ്ങനെ എഴുതാം? x-1 ഇൻറ്റു x+1 ഇൻറ്റു x-2 ഇൻറ്റു x+2 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവും. കാരണം 1, -1, 2, -2 റൂട്ടായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ പോളിനോമിയൽ നമുക്ക് ഏത് ഫോമിലായിരിക്കും? നമുക്കൊരു k ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു x-1 ഇൻറ്റു x+1 ഇൻറ്റു x-2 ഇൻറ്റു x+2. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 വാല്യൂസുകളും 1, -1, 2, -2കൾ എന്താണ്? നമുക്ക് റൂട്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? P3 ഓഫ് ആറിൽ നിന്നായിരിക്കണം. ഈ P3 ഓഫ് ആറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P3 ഓഫ് ആറിൽ ഉണ്ടാവുന്ന എന്താണ്? പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് എവിടെ ഉണ്ടാവുക? P3 ഓഫ് ആറിനകത്ത് ഉണ്ടാവാം. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു 4th ഡിഗ്രി പോളിനോമിയലാണ്. അപ്പം ഇതൊക്കെ റൂട്ട് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആകെയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം? k ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ f ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ 0 പോളിനോമിയൽ ആവുക എന്നുള്ളതാണ് ഇവിടെയുള്ള ആകെ പോസിബിലിറ്റി. കാരണം നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് P3 ഓഫ് ആറിൽ നിന്നാണ്. നമുക്ക് കിട്ടുന്നത് ഒരു 4th ഡിഗ്രി പോളിനോമിയൽ ആണ്, അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെയുള്ള ഓപ്ഷൻ k ഈക്വൽ ടു 0 ആവുക എന്നുള്ളതാണ്. അപ്പോൾ k ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ f ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0 പോളിനോമിയൽ മാത്രമാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുക. അത് T ഓഫ് f ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ f ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നൾ സ്പേസിനകത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 0 പോളിനോമിയൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ T എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു 1, 1 ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. 1, 1 ആണ്, സെയിം ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? T(on2) ആണെന്നും കൂടെ നമുക്ക് അതിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ T11 ആണ്, on2 ആണ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: V is equal to M2 of R. A transpose denote the matrix denote the transpose of the matrix A, and I be the identity matrix. Define the inner product AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ inner product of AB is equal to trace of B transpose A ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ് ഐ ആണ്. നമുക്ക് നോക്കാം ഡയമെൻഷൻ ഓഫ് ദ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ് ഐ. ഐയുടെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെ ഡയമെൻഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഒരു മെട്രിക്സ്, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് ഐയുടെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതായത് എ ബിലോങ്സ് ടു ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്ക് എന്ത് വരുന്നുണ്ടാവും? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ വരുന്ന എന്താണ്? നമുക്ക് ട്രേസ് ഓഫ് ബി ട്രാൻസ്പോസ് എ ആണ്. അപ്പം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നുണ്ടാവുക? ട്രേസ് ഓഫ് ഐ ട്രാൻസ്പോസ് എ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ട്രേസ് ഓഫ് ഐ ട്രാൻസ്പോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? ട്രേസ് ഓഫ് എ. അതായത് എയുടെയും ഐയുടെയും ഇന്നർ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന എന്തായിരിക്കും?
ട്രേസ് ഓഫ് എ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമുക്ക് ഓർത്തോണൽ കോംപ്ലിമെന്റിനകത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസ് ഓഫ് എ അപ്പം എന്തായിരിക്കും 0 ആവുക എന്നുള്ളതായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ട്രേസ് ഓഫ് എ ഈക്വൽ ടു 0 ആവുക. അതായത് ഓർത്തോണൽ കോംപ്ലിമെന്റ് ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓൾ മെട്രിക്സസ് വിത്ത് ട്രേസ് 0 ആയിട്ടുള്ള M2FRനകത്ത് ട്രേസ് 0 ആയിട്ടുള്ള മെട്രിക്സുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക, ഓർത്തോഗണൽ കോംപ്ലിമെന്റിനകത്ത് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2x2 മെട്രിക്സ് നമ്മൾ എടുക്കാം. ഇപ്പോൾ ഒരു 2x2 മെട്രിക്സ് നമുക്ക് A B C D എന്ന് പറയുന്ന 2x2 മെട്രിക്സ് എടുക്കുന്നു. അവിടെ നമ്മൾ ട്രേസ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + D = 0 ആവാം, അതായത് A = -D ആവാം. അപ്പോൾ ട്രേസ് 0 ആയിട്ടുള്ളൊരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, A B C - A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ഫ്രീ വേരിയബിൾ ആയിട്ട് വരുന്നത് 3 പാരാമീറ്റേഴ്സ് ആയിരിക്കും. അതായത് ABC എന്ന് പറയുന്ന 3 വാല്യൂസുകളായിരിക്കും നമുക്ക് ഫ്രീ വേരിയബിൾസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐ കോംപ്ലിമെന്റിൻ്റെ ഐയുടെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. കാരണം അവിടെ 3 വേരിയബിൾസുകളെ നമുക്ക് ആവശ്യമുള്ളൂ, എയും ബിയും സിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഈ ഇന്നർ പ്രൊഡക്റ്റിന്റെ കറസ്പോണ്ടിങ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് 2022 ചോദിച്ചിട്ടുള്ള നമ്മുടെ HSST മാത്സിൽ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂൾ ലീനിയർ ആൾജിബ്രയിൽ ചോദിച്ചിട്ടുള്ള 7 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളാണ് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതും എന്നാൽ കുറച്ച് കൺസെപ്റ്റ് അറിയാവുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് മിക്സഡ് ആയിട്ടാണ് നമുക്ക് ആ ഒരു വർഷം നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്